ഒരു ലെയറിന്റെ സ്റ്റൈൽ എങ്ങനെ വേറൊരു ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു റീനസ് അക്കാഡമി 100 ഡേയ്സ് 100 ട്യൂട്ടോറിയൽ. ലെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെയർ പാനലിനകത്തുള്ള എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് ഞാനൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. പ്ലസ് ബട്ടൺ കാണുന്നതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എഫക്ട്സുകളാണ്. ഇവിടെ സ്ട്രോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കളർ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാക്കിൽ ഓപ്ഷൻ കീ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇനി ഏത് ലെയറിലാണോ വേണ്ടത് ആ ലെയറിൽ കൊണ്ടുപോയിട്ട് മൗസ് ക്ലിക്ക് റിലീസ് ചെയ്യുക. നമ്മുടെ ലെയറിന്റെ ഈ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സ്റ്റൈൽ കൊടുക്കുക. ഇവിടെ കൊണ്ടുപോയിട്ട് അഗെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ലെയർ സ്റ്റൈൽ. അനിമേഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ആവില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ സെപ്പറേറ്റ് ലെയർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ലെയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇഫക്ട്സുകളെല്ലാം സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് വന്നോളൂ. നമ്മുടെ ഡ്രോപ്പ് ഷാഡോ ഒരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സ്ട്രോക്ക് വേറൊരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.